ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലാൻഷിപ്പ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഉണക്കച്ചെമ്മീൻ തോരൻ വയ്ക്കാം. അപ്പോൾ ഉണക്കച്ചെമ്മീൻ തോരനാണ് ഇന്നത്തെ ഡിഷ്. അപ്പം നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ തോരൻ എങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുപ്പ് കത്തിച്ചു, നമ്മൾ പാൻ വെച്ചു, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉണക്ക ചെമ്മീൻ ഇത് കഴുകി എടുത്തതാണ് കേട്ടോ. ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അത് നമ്മൾ ഇതിലോട്ട് എണ്ണയിലോട്ട് ഫസ്റ്റ് ഇടുന്നു. നല്ലപോലെ നമ്മുടെ ഉണക്ക ചെമ്മീൻ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മൾ എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഉണക്ക ചെമ്മീൻ നല്ല ക്വാളിറ്റി ഉള്ള ഉണക്ക ചെമ്മീൻ കിട്ടുന്നത്. ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഓറഞ്ച് കളർ വരുന്ന ആ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ വെള്ളത്തിൽ നല്ലപോലെ കഴുകി എടുത്തതല്ലേ. എല്ലാവരും ഉണക്ക ചെമ്മീൻ ആദ്യം വറുത്തിട്ടൊക്കെ എടുക്കും. നമ്മൾ തോരനായതുകൊണ്ടാണ് ഫസ്റ്റ് വെള്ളത്തിലിട്ടൊന്ന് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയിട്ട് എണ്ണയിലിട്ട് മൂപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു വലിയ സവാള, കനത്തിലരിഞ്ഞ വലിയ സവാളയാണ്, പിന്നെ ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് നല്ലപോലെ അത് വഴറ്റിയെടുക്കും. ജസ്റ്റ് ഒന്ന് വാടി വരണം. സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് അനുസരിച്ച് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീൻ്റെ തോരന് സവാളയൊക്കെ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് കുറച്ച് എണ്ണ കുറവാണെന്ന് തോന്നിയുകൊണ്ട് ശാല എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് അരപ്പിന് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ തിരുവി അതേപോലെ എടുത്തതാണ്, ഇത് അരയ്ക്കണമെന്നില്ല. നമ്മൾ തിരുവിയതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് അടച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. ഇനി നമുക്ക് അരപ്പും ചെമ്മീനും ഉണക്ക ചെമ്മീനൊക്കെ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം വറ്റിച്ച് നമുക്ക് തോരൻ്റെ പരുവത്തിനാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഉണക്ക ചെമ്മീൻ തോരൻ്റെത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നമുക്ക് വെള്ളം വറ്റിച്ച് തോർത്തിയെടുക്കാമെന്ന് പറയില്ലേ, വെള്ളം തോർത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിലല്ല ഇനി വെക്കേണ്ടത്. ശകലം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ അത് വെള്ളം തോന്ന് വരുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഉപ്പോ മുളക് പൊടിയോ ഏതെങ്കിലും എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം വറ്റിച്ച് വെള്ളം തോർത്തി എടുക്കാം. നമുക്ക് ഈ തോരന് നമുക്ക് ചെറിയൊരു നനവും വേണം, ഡ്രൈ ആയിട്ടിരിക്കുകയും വേണം. അപ്പൊ നമ്മുടെ ഉണക്ക ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് അതിന്റെ ടേസ്റ്റ് എന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ.